അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282. മൂവാറ്റുപുഴ മേളയിൽ കാളിദാസ കലാകേന്ദ്രയുടെ നാടകം അച്ഛൻ അരങ്ങേറി. നാടകാചാര്യൻ O. മാധവന്റെ 100ാം ജന്മവാർഷികത്തിൽ അവതരിപ്പിക്കുന്ന നാടകമാണ് അച്ഛൻ. അച്ഛന്മാരുടെ വിചാരവികാരങ്ങൾ പ്രേക്ഷകരെ അനുഭവിപ്പിച്ച് മൂവാറ്റുപുഴ മേളയിൽ കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ച നാടകം അരങ്ങേറി. ഫ്രാൻസിസ് ടി മാവേലിക്കര രചന നിർവഹിച്ച ഈ നാടകത്തിൽ അച്ഛൻ മകൻ ബന്ധത്തിന്റെ സമസ്ത ഭാവങ്ങളും വരച്ചിടുന്നു. മകന്റെയും മരുമകളുടെയും കൊച്ചുമോന്റെയും ഇഷ്ടങ്ങളെ അന്വേഷിക്കുന്ന, അവരോട് കളി പറയുന്ന, വഴക്കുകൂടുന്ന, സുഹൃത്തുക്കളെ പോലെ പരസ്പരം പെരുമാറുന്ന 78 വയസ്സുകാരന്റെ ജീവിത മുഹൂർത്തങ്ങളാണ് നാടകത്തിലൂടെ പറയുന്നത്. അച്ഛൻ എന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പറയാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും മൂല്യങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണെന്ന് നാടകത്തിലെ പ്രമുഖ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജീവൻ കണ്ണൂർ പറഞ്ഞു. കാളിദാസ കലാകേന്ദ്രത്തിന്റെ 61ാമത്തെ നാടകമാണ് അച്ഛൻ. കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ O. മാധവന്റെ 100ാം ജന്മവർഷമാണ് ഈ വർഷം. പക്ഷേ ഈ പേരും ജന്മവാർഷികവും തീരുമാനിച്ചു വന്നതല്ല, അത് അറിയാതെ വന്നു പോയതാണ്. ആ നാടകത്തിൻ്റെ പേര് അച്ഛനാവുകയായിരുന്നു. അച്ഛൻ എന്ന് പറയുന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പറയാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും അസ്തിത്വവും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നിത്യജീവിതത്തിൽ നിന്ന് നമുക്ക് കൈമോശം വന്നു പോകുന്ന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു യാത്രയാണ് അച്ഛനെന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പ്രേക്ഷകർ സമക്ഷം വയ്ക്കുന്നത്. കുടുംബജീവിതം എന്നതിന് പകരം ഇതൊരു സമൂഹത്തിൻ്റെ മൊത്തം വേവിനെയും നോവിനെയും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സബ്ജക്റ്റിലേക്ക് കാളിദാസ കലാകേന്ദ്രം എത്തുകയും ഈ ഒരു നാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സാധാരണ പരുഷഭാവങ്ങളിൽ കാണുന്ന അച്ഛനു പകരം അമ്മയെപ്പോലെ ഒരു അച്ഛനെയാണ് പ്രേക്ഷകർ കണ്ടത്. സംവിധായകൻ രാജേന്ദ്രന്റെ മികവിൽ വൈകാരിക രംഗങ്ങളുടെ പെരുമഴയും കണ്ണീർ തുളുമ്പുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും കൊണ്ട് നാടകം ആദ്യന്തം പ്രേക്ഷകരെ പിടിച്ചിരുത്തി. നാടക അവതരണത്തോടനുബന്ധിച്ച് മേള കഴിഞ്ഞ ശിശുദിനത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജെയ്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ. ഏറ്റവും ഉയർന്ന വില ജെയ്കോയിൽ തന്നെ. ജെയ്കോ ജുവൽസ് തൊടുപുഴ.